ഹലോ, വെൽക്കം ടു ആദി ബ്ലോഗ്. ഇന്നത്തെ റെസിപ്പി തേങ്ങ മിഠായി. ഹലോ, ഇന്ന് നമ്മൾ സിമ്പിളായിട്ടൊരു റെസിപ്പി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനാവശ്യമുള്ള രണ്ട് ചേരുവ മതി. തേങ്ങ, പഞ്ചാര. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. ഇതിക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ്. അപ്പോൾ തേങ്ങ ഞാൻ 2 തേങ്ങയാണ് എടുത്തിട്ട് നിങ്ങൾക്ക് കയ്യിൽ ആവശ്യമുള്ള തേങ്ങ എടുക്കാവുന്നതാണ്. തേങ്ങ പൂളി എടുക്കുന്നവർക്കാണെങ്കിൽ പൂണ്ടെടുക്കാം. ഞാൻ പൂണ്ടിട്ടാണ് എടുക്കുന്നത്. ചിരകി എടുക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചിരകി എടുക്കാം. ഇങ്ങനെ പൂണ്ടെടുത്തതിന് ശേഷം നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരക്കണം. നമ്മൾ ഈ ചരുകി വെച്ച മാതിരി ആവട്ടോ, വെള്ളമില്ലാതെ ഇങ്ങനെ പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതേമാതിരി പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് സെറ്റാക്കാൻ വെച്ച പാത്രത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, നെയ്യ് ഇട്ടിട്ട് നന്നായി ഇത് ഇളക്കി എല്ലായിടത്തും ആക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ റെഡിയാക്കിയ സാധനമൊക്കെ റെഡിയാക്കിയാൽ നന്നായി ഉറച്ചാൽ പിന്നെ എളുപ്പം കിട്ടാൻ വേണ്ടി കേട്ടോ ഇങ്ങനെ കാട്ടുന്നത്. നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് കിട്ടും. നമ്മൾ പാത്രത്തിൽ 4 പുറം നെയ്യാക്കിയാൽ. ഇനി ഒരു പാൻ വെച്ച പാൻ നന്നായി ചൂടാവണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യാക്കണം. നമ്മൾ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച തേങ്ങ ഇടും. എന്നിട്ട് നന്നായി ഇളക്കുക. ഈ തേങ്ങ നന്നായി വറുത്തെടുക്കണം. നമുക്ക് തേങ്ങയുടെ സ്മെല്ല് വരുമല്ലോ, അപ്പോൾ ആ സ്മെല്ല് വരുന്നവരെ നന്നായി നമ്മൾ വറുത്തെടുക്കണം. തീയൊക്കെ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇളക്കി കൊടുക്കാനും. വല്ലാതെ കളറ് മാറിപ്പോകാതെ നോക്കണം കേട്ടോ. പിന്നെ തേങ്ങ എത്ര അളവ് എടുക്കുമെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള എത്ര തേങ്ങ എടുക്കാവുന്നതാട്ടോ. നമുക്ക് എത്ര ആവശ്യമുള്ള തേങ്ങ വെച്ചാൽ നമുക്ക് കയ്യിൽ എടുക്കാം. വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല നെയ്യൊക്കെ ചേർന്ന് നല്ല സ്മെല്ല് വരും. നമ്മൾ നന്നായി ഇളക്കുക. തീ പറ്റ കുറച്ചിടണം കേട്ടോ. വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല നെയ്യൊക്കെ ചേർന്ന് നല്ല സ്മെല്ല് വരും. നമ്മൾ നന്നായി ഇളക്കുക. തീ പറ്റ കുറച്ചിടണം കേട്ടോ. തേങ്ങ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങ വെള്ളം ഇതിക്ക് പറഞ്ഞു വെക്കട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. നമ്മൾ തേങ്ങ മുട്ടായിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല അടിപൊളിയായിട്ട് 2 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. തേങ്ങ മുട്ടായി 2 ചേരുവ മതിട്ടോ. ആകെ 2 ചേരുവ വെറും തേങ്ങയും പഞ്ചാരിയും മാത്രം മതിട്ടോ. നമുക്ക് നമ്മൾ കടയിലൊക്കെ വാങ്ങുകയാണെങ്കിൽ 2 റുപ്യയൊക്കെ ആട്ടോ തേങ്ങ മുട്ടായിക്ക്. ചെറിയ മുട്ടയ്ക്ക് നമുക്ക് പെരയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം തേങ്ങ മുട്ടായി. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണേ. ഇനി നമുക്ക് ഇതിക്ക് 1 കപ്പ് പഞ്ചാര ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ കപ്പിനിടുന്നത്. നിങ്ങൾ അതിൽ ഏത് കപ്പ് വെച്ചതിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം കേട്ടോ. പഞ്ചാര കുറഞ്ഞിടുന്നവർക്കാണെങ്കിൽ പഞ്ചാര കുറഞ്ഞിടാം, കൂടുതലുള്ളവർക്ക് അങ്ങനെ ഇടാം കേട്ടോ. 1 കപ്പ് പഞ്ചാരേനെ ഇട്ടിട്ട് ഇനി ഇതിട്ട് നന്നായി ഇളക്കണം കേട്ടോ. ഇപ്പം നമ്മളെ തേങ്ങ ചെറുതായി മുരിഞ്ഞ് വന്നിക്കണം കേട്ടോ. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ അതിലേക്ക് പഞ്ചാര ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യണം. ഒരിക്കലും ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് നഷ്ടമായി നിങ്ങൾക്ക് തോന്നില്ല. ഇത് അടിപൊളിയാണ്. വീണ്ടും കൂടെ ഉണ്ടാക്കട്ടോ. ഇതൊക്കെ ഉണ്ടാക്കിയാൽ എത്രക്കും ടേസ്റ്റിയാണ്. ഇനി പഞ്ചാര പറ്റാത്തവരാണെങ്കിൽ ശർക്കര ഇടാട്ടോ. ശർക്കര ഇട്ടിട്ട് നന്നായി ഇങ്ങനെ നമുക്ക് പഞ്ചാരൻ്റെ പകരം ശർക്കരക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പം ചെറുതായിട്ട് ശർക്കരയുടെ ഒരു കളറായി വരും. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി ആട്ടോ. എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നമ്മൾ ചട്ടിയിൽ തന്നെ ഒട്ടി പിടിച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു ബൗളിലേക്ക് ആക്കണം. നമുക്ക് ബൗൾ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമായി നമുക്ക് ആക്കാം. നമ്മളിതിന് പ്രത്യേകിച്ചിട്ട് ഒരു അളവോ കാര്യങ്ങളോ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി നിങ്ങൾക്ക് ആക്കാവുന്നതാണ്. കാരണം നമുക്ക് ഈ തേങ്ങൻ്റെ അളവ്, അതേമാതിരി പഞ്ചാരൻ്റെ അളവ്, അതല്ലേ നമ്മൾ ശർക്കരയാണ് എടുക്കുന്ന അതിൻ്റെ അളവ്, അതൊക്കെ നമുക്ക് എടുക്കണമെന്നില്ല കേട്ടോ. നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടാവും ഞാൻ നിൽക്കാതെ ഇളക്കുന്നത്. ഇതിൻ്റെ ഒരു വിധം പറയുമ്പോൾ എങ്ങനെ അറിയുമ്പോൾ ഇതോടൊക്കെ ഇങ്ങനെ ഉരുണ്ട മാതിരി വരും. അപ്പോൾ നമ്മൾ ഇത് റെഡിയായി എന്നാണ് കേട്ടോ.
അപ്പോൾ പഞ്ചാരയൊക്കെ നന്നായി ഇളക്കാൻ നോക്കുന്ന പിടിച്ചിട്ടാൽ കേട്ടോ നന്നായി ഇളക്കിയിട്ട് കട്ടൊട്ടി പോകാതിരിക്കാൻ. റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കയ്യിലിട്ട് ഉരുട്ടാൻ മാതിരിയുള്ളൊരു വിതയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു പാത്രത്തേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടോ എന്നിട്ട് ആയാലും കേട്ടോ അത് പെട്ടെന്ന് നമുക്ക് സെറ്റാക്കണം. പെട്ടെന്ന് കട്ടയാവും കേട്ടോ. നമുക്ക് പെട്ടെന്നൊരു മറ്റൊരു പാത്രത്തിലേക്ക് ആക്കാം. നമ്മൾ ഈ പാത്രത്തേക്കാണ് ആക്കുന്നത്. നമ്മൾ ഈ ബൗൾക്കാണ് ആക്കിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പാത്രം ആക്കട്ടോ. പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് സെറ്റാക്കി കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഇത് കട്ടയാവും. ഇത് അടിപൊളിയാണ് തേങ്ങ മിഠായി. അപ്പോൾ എനിക്ക് ഇഷ്ടമല്ല ഒരു വിഭവമാട്ടത്. അത്യാവശ്യം കട്ടി വേണം കേട്ടോ. ഞാൻ അത്യാവശ്യം കട്ടിയിലാണ് എടുത്തിക്കുന്നത്. അപ്പോൾ ഞാൻ 2 തേങ്ങയാണ് എടുത്തിക്കുന്നത് കേട്ടോ. 1 കപ്പ് പഞ്ചാരി. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം ഈ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് പെട്ടെന്ന് സെറ്റാക്കില്ല, പെട്ടെന്ന് ഉറക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഇങ്ങനെ ആക്കി കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് ഉറക്കുകയെ. പിന്നെ അത്യാവശ്യം ഒരു കട്ടിയിൽ ആക്കിയിട്ടുണ്ട്. കട്ടിയിലാട്ടോ ആക്കിയിട്ടുള്ളത്. കടലമുട്ടായിൻ്റെയൊക്കെ മരിക്കാക്കാരം കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെറുതായി കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്കത് സെറ്റാകുമ്പോൾ കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ആകെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കഷ്ണം തന്നെ കിട്ടിയാൽ മതി. ഭയങ്കര രുചിയാട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. പെട്ടെന്ന് ഉറച്ച് കിട്ടുവേ. നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ വരട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് ഉറച്ച് വരുമ്പോൾ ശരിയായിട്ട് കിട്ടുള്ളൂ. നമ്മൾ ഈ കടലമുട്ടായിൻ്റെയൊക്കെ പരിവാക്കാൻ കേട്ടോ. ഉണങ്ങി വന്നാൽ സെറ്റായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഈ കടലമുട്ടായിൻ്റെ മറ്റേ കല്ല് മതി വല്ലാതെ കല്ലുമല്ല അത്യാവശ്യം ഇതുകൊണ്ട് അങ്ങനെ ആവട്ടോ. നമ്മളിപ്പോൾ തന്നെ ഒരു വരട്ട് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാം. ഇപ്പം ഞാനിങ്ങനെ കേട്ടോ വരട്ട് കൊടുക്കുന്നത്. ഇനി സെറ്റായി കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഇങ്ങനെയാണ് വരട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ. അടിപൊളി കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ തേങ്ങ മിഠായിൻ്റെ പോലെ തന്നെയാണ്. അതിലേറെ സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും.